അങ്ങനെയല്ല. അതെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഓക്കെ ആയും ചെയ്തു. അവർക്ക് കഴിക്കാനൊന്നും കൊടുക്കണ്ടേ? ഇത് എന്നെ ഇപ്പൊ കഴിക്കുന്ന സംശയമാ. നമ്മളെ പോലെ നടക്കുന്നിടത്തുനിന്ന് കിട്ടിയത് വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടരല്ല ഇത്. തമ്പുരാക്കന്മാരാ. അവർക്കൊക്കെ എല്ലാത്തിനും ഒരു ചിട്ടവും കൃത്യമൊക്കെ ഉണ്ട്. വേഗം കൊണ്ട് കൊടുത്തോളൂ. എല്ലാം ഒരുക്കിയില്ലേ? ഐസക്കിനുള്ള ഭക്ഷണത്തില് എണ്ണ, എരിവ്, പുളി ഇതൊക്കെ ആവുന്നത്ര കുറയ്ക്കണം. ശരി തമ്പുരാൻ. പിന്നെ ചൂടുവെള്ളം, മെഴുക്കളക്കാനുള്ള താളി, രാസ്നാദി ചൂർണം എല്ലാം ഇല്ലേ? അതെല്ലാം ഉണ്ട്. എന്നാ പിന്നെ താമസിക്കണ്ട. ശരി. അമ്മായി എന്തായി പറയുന്നത്? പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇതുവരെ എത്തിച്ചതന്നെ ധാരാളം. അവക്ക് പഠിക്കണമെന്നുണ്ട് മാധവ. ഇനിയിപ്പോ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കുട്ടിയല്ലേ. അതിന്റെ പഠിപ്പ് മുടക്കാന്ന് പറഞ്ഞാ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. അതൊക്കെ ദൈവം പുറത്തോളും. എന്റെ കഷ്ടപ്പാട് ദൈവത്തിന് നല്ലോണം അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലറച്ചില്ലറ ജോലിയേ ഉള്ളൂ. അവര് സ്വന്തം കുട്ടിയെ പോലെ നോക്കുകയും ചെയ്യും. തെല്ലും മുനയും പൊട്ടാണ്ട് മാസാമാസം 3000 റുപ്യ ശമ്പളമായിട്ട് കൈ കിട്ടുന്നതാ. എന്തായാലും ഈ കയ്യിലൊരു ചെയിൻ സ്വർണത്തിന്റെയാ? ഏയ്, ഇന്നലെ ഇതിലൊരു വളച്ചട്ടി പോയപ്പോ 25 റുപ്യ കൊടുത്ത് വാങ്ങിയതാ. പെട്ടെന്ന് കണ്ടപ്പോ സ്വർണ്ണമാണെന്ന് തോന്നി. അയ്യോ, എന്തിനിപ്പ ഇങ്ങോട്ട് വന്നത്? നിന്നെ കളിയാക്കാണല്ലേ? എനിക്കറിയാം. ഒരു കുരങ്ങനെ പോലെ എന്നെ കളിപ്പിച്ച് നീ നിന്റെ മറ്റവന്റെ കൂടെ നടക്കാന്ന്. അയ്യോ, ദൈവത്തോടത്ത് പോയി ഇവിടുന്ന്. ഇല്ല, ഞാൻ പോവില്ല. നിക്കവിടെ. എനിക്കറിയണം. എന്താണ് അറിയേണ്ടത്? ഞാൻ വീട്ടിൽ കയറി ഒന്ന് പെമ്പിളാരെ കയറി പിടിക്കുന്നതാ. എനിക്കറിയില്ല. ഇവിടെ അടുത്തുള്ളൊരു ചെക്കനാ. സ്വഭാവത്തിൽ കുറവാതിന്. വേണ്ട മാധവ, ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാ. അതൊരു പ്രാന്താണെങ്കിൽ വല്ല ആശുപത്രിയിലും കൊണ്ടുവരണം. നിന്റെ വിഷമം എനിക്കറിയാം. നിനക്ക് അടി കിട്ടാനുള്ള കാരണക്കാരൻ ആ പടക്കാരൻ തെണ്ടിയ. പക്ഷെ നീ തളരരുത്, പിടിച്ചു നിൽക്കണം. എവിടെ പിടിക്കാൻ? അവന്റെ പൊള്ളച്ചെങ്കിന് തന്നെ. നമ്മൾ പിടിക്കണ്ട, പിടിപ്പിക്കണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വേണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതാണ് പ്രമാണം. ഒരു സ്മോൾ ശങ്കര. വേണ്ട, കഴിച്ച ശീലല്ല. നിനക്കിപ്പോ പണിയൊക്കെ ഇല്ലേടാ? പൂവ് അത്യാവശ്യം അല്ലറ ചില്ലറ. നീ വന്നെന്തിനാണ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല? അത് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ എന്തിനാടാ ഇത്ര ആലോചിക്കുന്നത്? നീ പറയേ. അത് പിന്നെ മാധവേട്ടൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അല്ല, വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതാ. ഇല്ലടോ, പറയേ. ഇതാണ് ആ ബംഗ്ലാവ്. ആ ഭാഗത്തുണ്ടാവല്ലേ? ഉണ്ടാവും. മാധവേട്ടൻ ധൈര്യമായിട്ട് വെക്കോ. ചോദിച്ചതിന് തർക്കുത്തരം പറഞ്ഞാലേ അപ്പ പിടിച്ച പൊള്ളച്ചെങ്കിന്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, മാധവേട്ടൻ പൊക്കോ, ഞാനിവിടെ നിന്നോളാം.
നമ്മളിപ്പൊ കൂട്ടിമുട്ടും. ഓ നിങ്ങൾ പറയുന്നൊക്കെ കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക്, ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലിക്ക് അയക്കുന്നതൊക്കെ വളരെ സങ്കടമല്ലേ? നിങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ നൽകി വളർത്തിയെടുക്കുകയല്ലേ വേണ്ട മിസ്റ്റർ മാധവൻ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടുകൂടി പറയാണ്. മീനാക്ഷിയുടെ പഠിത്തത്തിന് എന്ത് ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. അല്ല അത് ഞാൻ മിസ്റ്റർ മാധവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എനിക്കറിയാം. ദേ കാശ്. ആ. സമയമായി. ഇത് വെച്ചോളൂ. അയ്യോ സാരമില്ല, ഓ വെച്ചോളൂ. ഈ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ കഴിഞ്ഞൂടെ? താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കാം എന്റെ കമ്പനി. ശരി സാർ. അപ്പൊ ഞാൻ അറിയിക്കാം. പൊയ്ക്കോളൂ. ഇത് ഈ കരയില് പുതിയതാണല്ലോ. കണക്കിന് കൊടുത്തിട്ടുണ്ടാവും. നന്നായി പെരുമാറിയല്ലേ? ഇനി പറഞ്ഞോളും. ഇന്നാട്ടിൽ വന്ന അവന്റെ പെൺവിഷൻ ഇനി ഉണ്ടാവില്ല. തങ്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് തെമ്മാരത്തരം പറയുന്നത് തേണ്ടി. കയ്യിലിരിക്കുന്ന കാറ്റും കൊടുത്ത് ഞാൻ കള്ള അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാളെന്തിനാ എന്നെ തല്ലിയത്? ഇനി ആള് മാറിപ്പോയാ? ഇനി മേലെ എന്റെ കുട്ടിയെ ചലഞ്ച് ചെയ്താ നിന്റെ കയ്യം വിട്ടും നായേ. എഴുക്കടാ എഴുതാ പറഞ്ഞേ. എന്താ നോക്കി പേടിപ്പിക്കുന്നു? എന്റെ കണ്ണിയാൻ കുട്ടി പൊടിക്കുന്ന മോനെ. ഓടാ ഓടാൻ ഓടാൻ. എന്താ
രമേശ, ശ്രീദേവി ഒളിച്ചോടി പോയടാ. ഓള് കത്തെഴുതി വെച്ചിക്കണ്. മുരുക. ഈ രാഘവേട്ടനോട് പോയി കിടക്കാണ്, പണിയെടുത്ത കൂലിയും തരാണ്ട് വെറുതെ മനുഷ്യൻ നടത്തിക്കാൻ. ഇനി പിന്നാമ്പറത്തുണ്ടാവോ? കണ്ടില്ലേ, ശരിക്കും കണ്ടില്ലേ? തീ പിടിച്ച്. നിന്റെ സൈക്കിളിന് ഞാൻ കണ്ടൊരു വില പറയാം, 100 റുപ്യ പോട്ടെ. നീ അതിന്റെ പേരില് 250 രൂപ. എന്താ പറ്റുമോ? നിനക്ക് ഇതിന്ന് ഒരു തുള്ളി മിനുങ്ങണോ? ഇവന്റെ അകത്ത് നല്ല നക്ഷത്രനോ സ്പിരിറ്റാ, നല്ല അസല് സ്പിരിറ്റ്. ആയിരിക്കണം മൊത്തം കാര്യം പെടുത്താ. കത്തി കേൾക്കണോ? ഭസ്മയിപ്പും ഭസ്മം നിനക്കുള്ള 150 രൂപ എടുത്തിട്ട്. കരിമരുന്നിന്റെ മണുണ്ടല്ലോ. അയ്യോ, അവിടെ ആരോ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രമേശനല്ലത്? അതേ തോന്നുന്നു. വാടാ. അറിഞ്ഞില്ലേ, ഒരുത്തനവിടെ ചാവാൻ കിടക്ക ആശുപത്രിയില്. ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നിന്നെ ദൈവം വെറുതെ വിടില്ലടി. ആ പാവത്തിന് 8 വട്ട് കളിപ്പിച്ച് ഭ്രാന്തനാക്കിയിട്ട് പണവും പ്രതാപം കണ്ടപ്പോ നീ മറ്റവനോട് അഴിഞ്ഞാടി നടക്കലടി വൃത്തികെട്ടവളെ. പുറമുള്ള ഈ തൊലിവെളിപ്പൊണ്ടൊന്നും കാര്യമില്ല. മനസ്സ് തന്നവണം, മനസ്സ്. നിന്നെ പോലെ നടക്കുന്നവർക്ക് എന്ത് മനസ്സ് അല്ലേ? എന്റെ രമേശനൊരു പാവ, പഞ്ചപാവം.
അവനാറ്റ് എന്തെങ്കിലും സംഭവിച്ച നിന്നെ നിന്റെ പണക്കാരനെ ഞാൻ പച്ചയോടെ കത്തിച്ചളയും. ഓർത്തോ? അതിശയം തന്നെ കേട്ടോ. ആയുസിന്റെ വല്ലം തന്നെ. അല്ലാതെ എന്താ? എന്തായാലും ആ ചെക്കൻ രക്ഷപ്പെട്ടല്ലോ. ആരുടെ കാര്യം നിങ്ങൾ പറയണേ? ആ വേലാതിന്റെ ചെക്കൻ രമേശനെ ഇന്നലെ എന്തോ കുടിച്ച് ആശുപത്രിയിലാക്കിയതാ. എല്ലാരും കരുതി ചത്തുന്നാ. ഇപ്പൊ ജീവൻ അപകടമില്ലാന്ന് കേൾക്കണു. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഈ വക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവൻ എൻ്റെ അടുത്ത് മൊത്തം സത്യം. പിന്നെ ഒന്നും എനിക്കറിയില്ല. എന്റെ മക്കളാണ് സത്യം. എന്തിനവനത് ചെയ്തു? അവൻ ചത്തില്ല അല്ലേ? അയാളും ചത്തില്ല, നീയും ചത്തില്ല. ദൈവത്തിന്റെ ഒരേ കളി. നീ ഇന്നലെ എന്ത് പണ്ടാരടങ്ങിയ സ്പിരിറ്റ് അടിച്ചു കയറ്റിയത്? ചത്തു പോകാഞ്ഞ ഭാഗ്യം. വിവരക്കേട് ചെയ്യാൻ ചാടി പുറപ്പെടുമ്പോ വിവരമുള്ള എന്നോടെങ്കിലും ഒന്ന് ചോദിച്ചൂടാ നിനക്ക്? ആ, അതൊരു പെണ്ണിന് വേണ്ടിട്ട്. അവളുടെ പാട്ടിന് പോട്ടടാ. ഈ ഭൂമിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ആ പണ്ടാരക്കാലം ദേ ഇങ്ങോട്ട് വന്നി. എവിടെ ഒന്ന് ഒളിക്കുക? ഇവിടെ. അയ്യോ, നീ എന്തിനെന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം പറഞ്ഞോള്. എന്നെ കൊന്ന നിനക്ക് ഇവിടെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ? വിട്ടുതരാൻ മനസ്സിലെങ്കിലോ തിരിച്ചു പോകുമ്പോ ഇവിടെ ഞാൻ കൂടെ കൊണ്ടുപോവാ. എന്ത് ചെയ്യും നീ? പറടാ, എന്തറിയാം എന്നെ പറ്റി നിനക്ക്? ഞാൻ ആരാണ്? എവിടെ ജനിച്ചു? എങ്ങനെ ജീവിക്കുന്നു? അറിയോ നിനക്ക്? നിന്നെ പോലെ തന്നെയായിരുന്നു എന്റെ ചെറുപ്പവും. വേണ്ടപ്പെട്ടവരുണ്ടായിട്ടും സ്നേഹം എന്തെന്നറിയാതെ ഒരു അനാഥാലയത്തിനുള്ളിൽ എനിക്ക് ചെറുപ്പം കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അന്നൊരു താങ്ങും തണലുമേ ആകുണ്ടായിരുന്നത് എനിക്ക് എന്റെ കൂടപ്പുറപ്പ് മാത്രമായിരുന്നു, എന്റെ നാൻസി മോൾ. ചെറുപ്പത്തിലെ ഒരു രോഗിയായിരുന്നു അവള്. ചികിത്സിക്കാത്ത ഡോക്ടറില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. വർഷങ്ങൾ നീണ്ട ചികിത്സക്കൊടുവിൽ ദൈവം ഒരിത്തിരി കരുണ പോലും കാണിക്കാതെ അതിനെ തിരിച്ചു വിളിച്ചു. ഇവിടെ വന്ന് ഈ കുട്ടിയെ കണ്ടപ്പോ എന്നെ നാൻസി മോളെ പോലെ തോന്നി. അവളുടെ സ്ഥാനത്ത് മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ നീ കരുതുന്ന പോലൊന്നും ഇല്ലടോ.
സർ നിൽക്കുന്ന കണ്ടോ നിന്റെ കാക്കക്കർമ്മൻ? നിന്നെ ജീവനുള്ളിൽ സ്നേഹിക്കുന്നവനാ. ഒരു കടലുള്ള സ്നേഹം നിനക്ക് വേണ്ടി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടവൻ. എടുത്തോടാ എന്റെ പെങ്ങളെ.